ഇട്ടാണ് എന്താവോ ഉള്ളിൽ വെളിച്ചുണ്ടാവോ കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഞാൻ ആദ്യമായിട്ടാന്ന് തോന്നുന്നു എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നൊക്കെ ഇങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 വീഡിയോ ഇങ്ങനെ പർച്ചേസിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾക്ക് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഒരു അതെ കേക്ക് മേടിക്കാനല്ല, പെർഫ്യൂം മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഒരു വർഷം മുമ്പ് ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ കമന്റ് വന്നിരുന്നു. ഞാൻ പറയട്ടെ, നീ വെയിറ്റ് ചെയ്യേ. ഓക്കെ. അപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പെർഫ്യൂം ഷോപ്പ് ഇവിടെ ലുബുംബാഷിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ മുമ്പ് ഞാൻ വീണ്ടും ഇട്ടപ്പോൾ അവർ തന്നെ എനിക്ക് വീണ്ടും ഒരു കമൻറ്റിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി, ശരിക്കും ഒരു വർഷത്തോളമായെന്ന് തോന്നുന്നു, ഒരു വർഷം അടുത്തായിട്ടുണ്ടാവും. നാട്ടിലൊക്കെ പോയി വന്നു. അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പം നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അവർ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് നമുക്ക് പെർഫ്യൂം മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു പെർഫ്യൂം ഷോപ്പിന്റെ എൻ്റെ ഒരു അറിവില് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ നമ്മൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കി തരുന്ന കുറേ ഷോപ്പുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതുപോലെ ഉള്ളൊരു ഷോപ്പാട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇതൊരു മലയാളിയുടെ ഷോപ്പാണ്. അവിടെ പോയിട്ട് അപ്പോൾ ഷോപ്പിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 2 പെർഫ്യൂമാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബർത്ത്ഡേ കുട്ടികൾ കണ്ടോ നമ്മൾ വണ്ടിയെ നിർത്തിയിട്ടപ്പോൾ ഞാൻ ഓൾറെഡി ഫോൺ എടുത്തത് കൊണ്ടാണ് എൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത്. അപ്പം ഇതാട്ടോ ഞങ്ങൾ മുന്നേ വരാറുണ്ട് സൂപ്പർ മാർക്കറ്റ്. പക്ഷേ ഇതിൻ്റെ തന്നെ വേറെ സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ അടുത്ത് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരവ് നിർത്തി. ഈ ഒരു വഴി നല്ല ബ്ലോക്കുള്ളൊരു ഏരിയ ആട്ടോ. അപ്പോൾ വൈകിട്ടാണ്, ഡിന്നർ പാർട്ടിയാണ്. അപ്പോൾ നമ്മളപ്പോൾ ഒരു 5:30 ആയിപ്പോൾ ഇറങ്ങിട്ടോ സാധനം മേടിക്കാനായിട്ട്. റോഡ് നല്ല കട്ട ബ്ലോക്കാട്ടോ. ലക്കിക്ക് ഒരു പാട്ട് പാടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി അപ്പം നമുക്ക് അടുത്തതായിട്ട് ലക്കിയുടെ പാട്ട് കേൾക്കാം. പാട്ട് പാടും. ഒന്നാം തരം ബിലൂൺ തരം ഒന്ന് നല്ല പിപ്പി തരം ഓടി ഓടി വാ ഉടൻ ചക്കരമുത്തൻ തന്നാട്ടെ അതൊന്ന് ചക്കരമുത്തൻ തന്നാട്ടെ. ഇത് വേറെ പാട്ട് കൂട്ടിണ്ട്. ഓക്കെ. I love you, mommy, my city mommy. We'll make it happy while I'm sad. എല്ലാവരും ക്ലാപ്പ് ചെയ്യോ. ക്ലാപ്പ് ചെയ്തിട്ടായി. യെസ്. നമ്മൾ ഈ പോണ വഴിക്കാട്ടോ ഇവിടുത്തെ ഗോൾഫിൻ്റെ ഒക്കെ ഒരു ഗ്രൗണ്ട് ഉള്ളു. ഇവിടെയാണ് ഗോൾഫൊക്കെ കളിക്കുന്ന സ്ഥലം. ഇത് കുറച്ച് ഏരിയ ഉണ്ട്. ഞാൻ അവസാനിക്കാറായി ഇപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലായിട്ടൊന്നും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ അല്ലേ. അങ്ങനെ നമ്മൾ ഇത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ പറഞ്ഞ ഷോപ്പ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഷോപ്പിൻ്റെ പേര് റോസ് ഒയാസിസ് എന്നാട്ടോ. ഞങ്ങൾ ഇതേ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇതാട്ടോ ഷോപ്പ്. അവിടെ ചെല്ലട്ടെ, നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ചെല്ലട്ടെ അതിൻ്റെ ഉള്ളിലോട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ അവിടെ കുറച്ചധികം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2 പെർഫ്യൂം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് അടിക്കുന്ന മണം എനിക്ക് കിട്ടാറില്ല. കാരണം എല്ലാം കൂടി മൂക്കിൽ നിന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ഒരു പെർഫ്യൂം വല്ലാതെ ഉപയോഗിക്കാത്ത ഒരാളായി കാരണം എനിക്ക് ഈ പെർഫ്യൂമിനെ പറ്റി അധികം വലിയ അറിവൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടായിയും കയ്യിലും എവിടെയാന്ന് വെച്ചാൽ കിട്ടുന്നിടത്തൊക്കെ ഫുള്ള് നമ്മൾ പെർഫ്യൂംസ് ഓരോന്ന് അടിച്ചു നോക്കി. എൻ്റെ അടിക്കുന്നു, ചേട്ടായി അടിക്കുന്നു. പിന്നെ അവസാനം ആൾ പറഞ്ഞു, നിങ്ങൾ ഇനി മേത്തടിക്കണ്ട, നിങ്ങൾ സ്മെല്ല് നോക്കിയോ പറഞ്ഞാൽ അതിൻ്റെ ക്യാപ്പിലൊക്കെ നമുക്ക് സ്മെല്ല് നമ്മൾ അങ്ങനെ നോക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അവസാനം നമ്മൾ ആളോട് ചോദിച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഓഫീസ് യൂസിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പെർഫ്യൂമായിട്ട് നമ്മൾ അവസാനം നമ്മൾ അവിടെ നിന്ന് എടുത്തത് കേട്ടോ. കടയിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഗിഫ്റ്റൊക്കെ മേടിച്ചു. ഇതാണ് നമ്മൾ മേടിച്ച ഗിഫ്റ്റ്. 2 പേരുണ്ട്, സച്ചിൻ ചേട്ടനും വിജയൻ ചേട്ടനും ഉണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്.
തന്നെ ആ ഇങ്ങനത്തെ കുട്ടികൾ എടുക്കാം. അത് വേണ്ട, യെല്ലോ മതിയില്ലേ? ഞാൻ വിചാരിച്ചു എനിക്കൊരു ഇതുണ്ടാക്കാന്ന് വെച്ചു. ഇതിനെന്താ പറയുന്നത്, പെർഫ്യൂം? അത് അത്തറോ ഇത് ഇപ്പം ചെയ്യാൻ പോണത്? പെർഫ്യൂം ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. കുറേ നാളായി പെർഫ്യൂം ഉണ്ടാക്കണ കടയിൽ പോയിട്ട് പറഞ്ഞ് മേടിക്കണം വിചാരിക്കും. ബോക്സ് പെർഫ്യൂം കേട്ടോ. എനിക്ക് ചോക്ലേറ്റിൻ്റെ വേണം, വേണ്ട ചോക്ലേറ്റിൻ്റെ ചെയ്യിപ്പിച്ചു കേട്ടോ. നമ്മളപ്പോൾ പർച്ചേസിംഗ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്. സ്വതവേ ഷോപ്പുകൾ പോയിട്ട് പറഞ്ഞ ശീലം. 2 മേടിച്ചു. ഇതന്നെ താങ്ക് യു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ സച്ചിൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച കേട്ടോ. ഇപ്പോൾ വിജയൻ ചേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ സച്ചിൻ ചേട്ടൻ്റെ ഓൾറെഡി ബർത്ത്ഡേ പാർട്ടി ചെറുതായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ വിജയൻ ചേട്ടന് കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. പക്ഷെ ഇന്നാണ് അതിൻ്റെ വൈകുന്നേരം പാർട്ടി, ചെറുതായിട്ടൊരു ഡിന്നർ പാർട്ടി. ഞങ്ങൾ വളരെ കുറച്ച് പേരായിട്ട് മാത്രം. ഇപ്പോൾ ചേച്ചിമാരൊക്കെ നാട്ടിൽ പോയി, കയറിയും ചേച്ചി രജിതേച്ചൊക്കെ നാട്ടിൽ പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഫുഡ് കഴിക്കില്ലേ, അതാണ് ചെറിയൊരു പരിപാടിയുള്ളൂ. അപ്പോൾ അന്ന് സച്ചിൻ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഉള്ള കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സച്ചിൻ ചേട്ടനും വിജയൻ ചേട്ടനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റുകൾ മേടിച്ചത്. പെർഫ്യൂം ഓരോ ആൾക്കാർ ഓരോ ഇഷ്ടങ്ങളാണല്ലോ, സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. രണ്ടും സെയിം തന്നെയാണ് സ്മെല്ല് എടുത്തേക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്കിനെ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയോടെ ഞാൻ ആ വീഡിയോസും ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. എന്താവോ ഉള്ളിൽ വെളിച്ചുണ്ടാവോ? കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്നായിരുന്നു പ്ലാൻ. ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ലക്കിയുടെ വായ അടച്ചു വെച്ചേ കഴിക്കുന്നു, മിണ്ടരുന്നിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കറണ്ടില്ല. അല്ലെങ്കിലും നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ വിചാരിച്ചത് വീഡിയോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെ ഒരു കുന്തം ഉണ്ടാവില്ല. പിന്നെ ഇതുമാതിരി പണി കിട്ടും. സച്ചിൻ ചേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഞങ്ങള് അന്ന് ചെറുതായിട്ട് അത് മീൻകറിയില്ലേ, അത് ഇതായിട്ട് ബന്ധമില്ല. അത് വിജയ മാമന്. വിജയൻ ചേട്ടൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. കൈ കൊടുക്ക്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെയായിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.